ഇതൊരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഫുള്ള് കള്ളിൻ്റെ സെൻസ്. നമ്മൾ മക്കാവില് നിങ്ങൾക്കറിയാലോ ഗാംബ്ലിംഗ്, ആൽക്കഹോൾ, പോഷില്ല. ഞാൻ പറഞ്ഞ വഴിക്ക് ലൂയി വിറ്റോം, തിളങ്ങാണ് ഈ സ്ഥലം മൊത്തം. ഞാൻ സ്വപ്നത്തിൽ കൂടെ നടന്നു പോവുകയാണോ എന്നാണ് പലപ്പോഴും ആലോചിച്ചത്. ഇവിടുത്തെ മറ്റൊരു കൾച്ചറാണ് വൈകുന്നേരത്തെ കള്ളടി. നമ്മളിരിക്കുന്നത് റിട്സ് കാൾട്ടണിലാണ്. ഇവിടെ ആക്ച്വലി $250 കൊടുത്തു കഴിഞ്ഞാൽ ഹോങ്കോങ് ഡോളർ അൺലിമിറ്റഡ് ആൽക്കഹോൾ കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ തുടങ്ങും. ഞങ്ങളത് നമ്മളാ പാക്ക് എടുത്തിട്ടില്ല അല്ലേ, നമ്മൾ ജസ്റ്റ് ഓരോ ഇവിടുന്ന് ഒരു കോക്ടെയിൽ ട്രൈ ചെയ്യുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ those who love alcohol culture, it's for you guys. Okay, so we start with an alcohol session അല്ലേ, in Macau. Ready? കള്ളിരിക്കണോക്കി ബാക്കിൽ മൊത്തം കള്ളുമായാണ് കേട്ടോ. പിന്നെ ഇവിടെ വീഡിയോ എടുക്കണതിനൊന്നും വലിയ കുഴപ്പമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു വർഷം നമുക്ക് ന്യൂസിലാൻഡിൽ പറ്റില്ല. നമ്മളെല്ലാവരും ഒന്നും ജിന്നിന്റെ പല വേരിയന്റ് കഴിക്കണം കേട്ടോ, പല ടൈപ്പ് ഓഫ് ജിൻ. ഇവിടെ സീറ്റിംഗ് ഒക്കെ നോക്കിയാൽ ഒരു സോഫ, 2 ചുമന്ന ചെയർ. ഞങ്ങളും അതുപോലത്തെ സ്ഥലത്താണ് ഇരിക്കുന്നത്. Yeah, chef. You used to work here before? Yeah, we worked together in Venetian. Oh, yeah. Oh, so you know them? Yeah. നമ്മൾ കുറച്ച് ഡ്രൈ 54.5 കുറച്ച് ഓവർ പ്രൂഫ്, അതായത് നേവി സ്റ്റൈല് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ജിന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ ഞാൻ ടൊയോട്ടോ ഹിനോബി. I'll try it out. ഇത് ഭയങ്കര പൂവിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു ഫ്ലോറൽ ബേസ്ഡ് ജിന്നാന്നാണ് പറഞ്ഞത്. പോർസെലിൻ I don't know. Yeah, I can really smell it. It's the you can little spicy and feel juniper berries നെക്കാളും മുകളിലാണ് ഫ്ലോറൽ സ്മെൽ ഇതിന്റെ. So which country this gin from? It's from Thailand. Oh yeah, this is from China and this is from Japan. The whole world right there. കാവാലൻ അതിന്റെ പേര് കേട്ടാ, Kavalan. Kavalan, you might have heard about this as a whiskey. Kavalan whiskey. Yeah, the same company. Oh, മറ്റേ ഫൗണ്ടൻ പോലെ ഇങ്ങനെ വെള്ളം. ചേട്ടാ cheers പറയണില്ലേ? വാ. Yeah, that is Kinobi. I'll try that one. You try the fruity one. Yeah. Cheers ചേട്ടാ. Yes. ചേട്ടൻ ടോണിക് വാട്ടർ വേണ്ട? ടോണിക് വാട്ടർ ഒഴിച്ചില്ലേ ഇതില്? ചേട്ടന് നമ്മുടെ പ്രിഫറൻസിന് നമ്മൾ ഒഴിക്കണം. ഓക്കെ. Cheers പറഞ്ഞിട്ട് ഇമ്മാരി കളി കളിക്കില്ലേട്ടാ. ഞാൻ താഴെ വെച്ചിട്ടില്ല. ഓക്കെ. Nice gin. Very refreshing. വിചാരിക്കണ പോലെട്ടാ, ഒരു ജിന്ന് കുടിച്ച് തീർത്തപ്പോ അവൻ ഒരു കുപ്പിന്ന് കൊണ്ടുവന്നിട്ട് ഇതിൽ കമത്തി. നല്ല ഇതിലൊക്കെ കമത്തി അവൻ അടിച്ചിട്ട് പോയാൽ മതി. ഇനി ഇവിടുന്ന് എങ്ങടും പോകുന്നു തോന്നുന്നില്ല, എവിടെ ഇരുന്നു പോവും. ഇത് കൊണ്ടുവന്ന് ഒഴിക്കുക വേണ്ട വേറെ. കുപ്പിയില് കൊണ്ടുവന്ന് ഒഴിക്കുക, അളവൊന്നും എടുക്കുന്നില്ല, അങ്ങോട്ട് ഒഴിക്കുക. ഞാൻ ഒരു 1 തൊട്ട് നല്ല സെറ്റായി. ഇത് എത്ര മല്ലാണെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ ഒഴിച്ചതാവും കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയ ഗ്ലാസിന്റെ ഏതാണ്ട് ഒരു 20-25% ആദ്യം കൊണ്ടുപോയി ഒഴിച്ചുകൂടെ. ഇവിടുത്തെ ടച്ചിങ്സ് ആണ് കേട്ടാ. ഒലീവ്സ്, കപ്പലണ്ടി, പിന്നെ അണ്ടിപ്പരിപ്പ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവ ആളെ കൊല്ലും കേട്ടോ, ആളെ കൊല്ലും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നാണ് ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നാണ്. ഇതിക്ക് മുമ്പ് വന്നപ്പോ ഇവൻ നമ്മള് കഴിയണേന് ഇങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഇത് നോക്ക്, 1/2 ലിറ്റർ മദ്യം ഒഴിച്ച് ഒരു രക്ഷയില്ല ആളെ കൊണ്ട്. He's a Nepali. He's from Nepal. He worked together. That's why he want to. When I come, he want to. And any of my friends also, I recommend to here. They also same. കൂടിപ്പിച്ച് കിടത്തവൻ. ചിലവന്മാർക്ക് അവ അപ്പടിക്ക് അടുത്തവനെ കണ്ടപ്പോ ഓടി കേട്ടാ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബില്ലോട്ടാ, നമുക്ക് വിട്ടു ശരിയാവൂല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും കട്ടാവുന്നു. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പറക്കാം നമുക്ക്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോ ഗുഡ്. മക്കാവ് നോ ഗുഡ്, വെരി അൺഹെൽത്തി. ഞങ്ങൾ ഇറങ്ങിട്ടാ, ഞങ്ങളെന്നെ അവൻ കുടിപ്പിച്ച് കിടത്തി. അവൻ അങ്ങനെ തന്നെ വേണം. ഇനി മേലാൽ ഞാൻ റിട്സ് കാൾട്ടണിൽ കള്ളു കുടിക്കാൻ വരുന്നതല്ലായിരിക്കും. നമ്മളെങ്ങനെ പോണേ?
Capella. അടുത്ത സ്ഥലത്തിന്റെ പേര് കപ്പേള എന്ന് പറഞ്ഞിട്ടാ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ എന്തിനാ വെച്ചാല് ഇങ്ങനെ ഒരു ലോകം ഉണ്ടല്ലോ എന്നുള്ളത് അല്ലേ ഏട്ടാ? Yes. അല്ലേ ഇങ്ങനെ ഒരു ലോകം നോക്ക്. ഷാൻഡ്ലിയറൊക്കെ നോക്ക് ഫുള്ള് ഗോൾഡും മയാണ് കേട്ടോ. എല്ലായിടത്തും ഒരു ഗോൾഡൻ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടാ. ഈ ഷാൻഡ്ലിയർ നോക്ക്, ഒരു ബിൽഡിങ്ങിന്റെ വലുപ്പമുള്ള ഷാൻഡ്ലിയർ തൊട്ടച്ച് ക്ലീൻ ചെയ്ത് നമ്മള് കപ്പേളയിൽ കള്ളിരിക്കണത് ആദ്യമായിട്ട് ഞാനിങ്ങനെ ഒരു കാഴ്ച വെള്ളമാണോ? ഞാൻ ജിന്നാന്ന് വിചാരിച്ചു. നല്ല വലിയ ഒലിവ്. ഇവിടെ ഒന്നും കേൾക്കണില്ല. ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭയങ്കര മ്യൂസിക്കാണ്. ഇവിടെയുള്ള എല്ലാ ബാറിലും ചേട്ടന് പരിചയമുള്ള ആൾക്കാരാണ്. അത് നമ്മൾ വിചാരിക്കുന്നത് നല്ലതാണല്ലോ ഒന്നും അല്ല, അത് നമുക്കൊരു ഉപദ്രവമാണ്. അപ്പോൾ ഇത് കപ്പേള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിന്റെ ബാറാണ് കേട്ടോ. ബാറിന്റെ പേര് എന്താ? പുയാസിയ അല്ല പോണി ആൻഡ് പ്ലം എന്ന് പറഞ്ഞിട്ട് കിട്ടലൻ ബാർ. One of the best bar in Macau. മക്കാവില് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹൈ നോച്ച് വേറെ സെറ്റപ്പ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് One of the best service. One of the best service. Yes. യെസ് പ്ലീസ്. നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ നിങ്ങൾ തിളങ്ങാണല്ലോ. എന്താ ഈ കാണുന്നത് അല്ലേ? ഫുൾ ഓഫ് കള്ള്. ഇങ്ങനെ കള്ളിരിക്കുന്ന ഒരു സ്ഥലം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. You don't mind he will do something you too for? No problem, yeah? sir. No Yeah, problem. then So they all whiskey based So this is whiskey based. and whiskey and chocolate, a coffee. Yes, there's whiskey, there's coffee, there's chocolate, a little bit of chocolate bitters in it. Oh yeah. Yeah, this one is a style of a martini, which is called the umami martini. Umami. Yeah. So this one has Maybe James Bond will like it, right? Definitely. Does he? Probably if you like. Probably not. So They this is all whiskey. all whiskey based. whiskey, vodka. Vodka. ഇത് വിസ്കി ബേസ്ഡ് ആണ്. ഇതിന് ഈ ഫോം ഒരു ആർട്ടിഫിഷ്യൽ ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വോഡ്ക ബേസ്ഡ് ഒരു കൈൻഡ് ഓഫ് മാർട്ടിനി. ജെയിംസ് ബോണ്ടിന്റെ ഡ്രിങ്ക് നമ്മൾ കേട്ടിട്ടില്ല, അതാണ് മാർട്ടിനി. ആൻഡ് ദിസ് വൺ ഇസ് അമഗാമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിസ്കി കോക്ടെയിലാണ് വിത്ത് കോഫി ആൻഡ് ചോക്ലേറ്റ് കേട്ടോ. ചേട്ടാ But കൊള്ളാട്ടോ. ഇത് from Indian one is good for you. I will give you some sample, you try. Then you let me know. It's a good, very good. നല്ല സൂപ്പർ സാധനം. Yeah, അതിന്റെ കൂട്ടത്തില് old fashioned. Yeah, but it's different from other old fashioned. Yeah, പിഞ്ചൂൺ ടൈം. yeah. It's very good. To Calcutta now. മാർട്ടിനി. Next week. James Then Bond after he unde come back to Macau. And anyway. ഇതുവരെ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മാർട്ടിനി. No, let's try. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞോട്ടാ നമ്മൾ പോവാണ്. ഓക്കെ, Yeah. ബ്യൂട്ടിഫുൾ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. താങ്ക് യു. ഞങ്ങൾ മൂത്രപ്പരയിലൊന്ന് കയറി. എനിക്ക് ഇവിടെ വന്നിട്ട് സത്യം പറയാലോ മൂത്രം ഒഴിക്കാൻ പറ്റണില്ലേ ഗൈസ്. വേറെ ഒന്നുമല്ല, ഇത്രയും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റില് ഇവനൊന്നും മൂത്രം ഒഴിക്കാൻ പറ്റണില്ലേ. ഇവിടുത്തെ ഓരോ ഇത് എന്താ നോക്കിയത് നിങ്ങള്? പന്നി കാട്ടം കണ്ട പോലെയാണ് കാട്ടി കൂട്ടുന്നത് അല്ലടാ. അല്ല, സംടൈംസ് ഗുഡ് ടു എക്സ്പീരിയൻസ് ദ പോഷ് അല്ലേ. നമ്മള് അത് ഡെലിബറേറ്റ്ലി തന്നെ നമ്മൾ ഇവിടേക്ക് വന്നതാണ്. ആൻഡ് ഗുഡ് ടു സീ ഹൗ എന്താ പറയാ പൈസയുടെ എക്സ്ട്രീം എൻഡിലുള്ള ആളുകളുടെ ബിഹേവിയറിലും അല്ലേ ഏട്ടാ. ഗുഡ് ടു സീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ്. ഒരു ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതിന്റെ നോക്കട്ടോ, നിങ്ങളൊരു ബിൽഡിംഗ് വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ പോണ വഴിക്കേ ഒരു ബാറിൽ നിന്ന് ഇറങ്ങി വേറൊരു ബാറിലേക്ക് പോണ വഴിക്ക് ഇത് നോക്കിയത് നിങ്ങൾ ആ ചുമന്ന ബിൽഡിങ്ങിന്റെ ഫ്രണ്ടാണിത്. ടോപ്പിലെ ക്യാമറയ്ക്കകത്ത് കറക്റ്റ് ലൈറ്റിംഗ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. എന്നാലും എൻ്റെ കണ്ണിൽ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റണില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട്.
വേറെ ലെവൽ സാർ. നമ്മൾ ഇനി പോണത് ഇവിടേക്കാണ് കേട്ടാ. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടാ, വിൻ പാലസ് എന്നാണ് പേര്. ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ കേബിൾ കാറിലേക്ക് പോവായിരുന്നു ഫ്രീ ആയിട്ട്. ഇത് എന്ത് പണ്ടാരമാണ്. ഞാൻ ശരിക്കും പറഞ്ഞ എന്തോ ഒരു വല്ല സിനിമയെ കൂടെ യാത്ര ചെയ്യണ പോലെ തോന്നണ കേട്ടോ എനിക്ക്. ഇത് നോക്കിയ നിങ്ങള്, ഇതിൻ്റെ അത് പൂക്കളം, നമ്മുടെ പൂക്കളം, അത്തപ്പൂക്കളം നോക്ക്, റിയൽ ഫ്ലവറിന്റെ. ഇത് റിയൽ ഫ്ലവറാണ്. ഇത് ഹൈഡ്രാഞ്ചൊക്കെ ഇട്ടിട്ടേ പൂക്കളം. ഇത് നോക്ക്, ഇതൊക്കെ ഫുള്ള് ഹൈഡ്രാഞ്ചി, റോസ്, അതെല്ലാം വെച്ചിട്ടുള്ള പൂക്കളാണിത്. ഇത് പൊളിച്ചട്ടാ. ചേട്ടാ നിങ്ങൾ പോയിട്ട് അടിച്ചിട്ട് പോവാ. ഞങ്ങള് ഒരു മിനിറ്റ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ, ഇതൊരു കസിനോ ആണ് കേട്ടാ. ഒടുക്കത്ത കസിനോ ആണ് ഇത്. നല്ല രസമുണ്ട്. ഇത് അവിടെ നിന്ന് നമ്മള് ഫുള്ള് പൂക്കളത്തിൻ്റെ ഇടയിൽ കൂടെ വന്ന്, ഇതൊക്കെ ഒറിജിനൽ ഓർക്കിഡ്, ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഇത് എന്തിട്ടാണോ ഇത്? ഇതെന്ത് ഫ്ലവറാ ചേട്ടാ? ചേട്ടൻ പോയി. ചേട്ടാ ഈ ഷാൻലേസൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷാൻലേസ്. ഓക്കെ, നല്ല രസമല്ലേ? എത്ര ഷോപ്പിക്ക് നല്ലൊരു പല വെറൈറ്റി ഓർക്കിഡുകൾ. കണ്ടില്ലേ? ഡിസൈൻ നോക്കിയേ. ആ, നല്ല അടിപൊളി കോക്ടെയിൽസ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ബാർ കേട്ടാ. വിംഗ്ലി ബാറാണോ ചേട്ടാ? ആ, വിംഗ്ലി ബാർ. ഇതാണ് ബാറ്. യെസ്. നമ്മൾ ഇനി അടുത്തത് ഈ ബാറിലേക്കാണ് പോകണം. നമ്മുടെ 3-ാം സ്ഥലം അല്ലേ ചേട്ടാ? ആ, ഇത്ര നേരം ചുമപ്പ് കളിയായിരുന്നു. ഇനി പച്ച ബാറാണ് കേട്ടാ. പച്ച ബാർ, ഐറിഷ്. ഞാനിവിടെ ഇവന്റ് ചെയ്തിട്ടുള്ളതാണ്. സ്പൈസി. ഓക്കെ. ജിൻ. ഇത് ജിന്നും നമ്മുടെ തുളസിയും കൂടി ഇട്ടിട്ടുള്ള ഇത് കണ്ട, ബേസിലിട്ടിട്ടുള്ള. ഓ, ജിൻ ആൻഡ് ചീസ് ആൻഡ് ബേസ്. വീഡിയോ എടുത്തോ. ബനാനയുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കഴിക്കണ കേട്ടോ. ഡീഹൈഡ്രേറ്റഡ് ബനാനയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ബനാന പീൽ. നീ വന്നു അല്ലേ? ആ അതെ. അത് കഴിഞ്ഞ് മുളക് ഇട്ടിട്ടുള്ള സാധനമൊക്കെ ഉണ്ട് ഇവിടെ. മുളക്, ബനാന, ബാസിൽ. താങ്ക് യു. നല്ല സർവീസാണ് കേട്ടോ, ഉള്ള കാര്യം പറയാലോ അല്ലേ. എല്ലായിടത്തും ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള വെൽ. ഇത് ചേട്ടാ ഒരു നടക്ക് പോവില്ല ചേട്ടാ. പോവില്ലൊന്നും. പെട്ടെന്ന് വരൂ. അപ്പൊ ചിയേഴ്സ്. അപ്പൊ ഞാൻ ജിൻ ആൻഡ് ബാസിൽ. ജിൻ ആൻഡ് ബേസിൽ. ബൂം. സ്പൈസി ഇഷ്ടമാണോ? ഇത് നല്ല ഫ്രഷ് ആണ്. വെരി ഫ്രഷ്. I remember you, chef. Yeah, you remember? You're the guy who loves sweet and sour. Yeah. Correct. Cheers. ഈ ബനാനയുടെ സാധനത്തിന് എന്തോ ഒരു സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. മൂക്കി കൂടെ ഒക്കെ ഗ്യാസ് വന്നല്ല ഇതിന്റെ. സ്ട്രോങ് ഉണ്ട് അല്ലേ? ഇതിന്റെ ചിപ്സ്. ഇതെന്താ ഭയങ്കര സ്ട്രോങ്. Banana. It's a homemade. ഇത് എരിവുള്ള നമ്മുടെ ഡ്രിങ്ക് കേട്ടാ. ഇതിൽ മറ്റേ നമ്മുടെ അജിനോമോട്ടോന്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. MSGയുടെ ഒക്കെ. ചേട്ടൻ കഴിച്ചില്ല? ഇല്ല, ഞാൻ കഴിച്ചില്ല. ആദ്യമായിട്ട്. ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഉമാമി ഫ്ലേവർ വരുന്നുണ്ട് ഇല്ലേ? ഒരു ഉമാമി ഫ്ലേവർ ഉണ്ട്. ഇതില് അജിനോമോട്ടോ ഉണ്ട്. അജിനോമോട്ടോ ഇട്ടിട്ടുണ്ട് ഇതില്. MSGന്റെ. MSG ആണ്. ഉപ്പുണ്ട്. എരിവ് പക്ഷെ ഭയങ്കര സ്ട്രോങ്. എരിവല്ല, എരിവ് എത്തിയില്ല. ഇന്നലത്തെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് മുളക് കഴിച്ചല്ലേ മുളകുള്ള, അതിനെ ഡ്രിങ്ക് ആക്കി എങ്ങനെ ഉണ്ടാവും വെച്ചാൽ അതും ജിൻ ബേസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ 3-ാം സ്ഥലം അല്ലേ ഇത്? 3-ാം സ്ഥലം കഴിഞ്ഞു. ഇനി 4-ാം സ്ഥലത്തേക്ക് പോകണം കേട്ടാ. മിക്കവാറും ഈ സ്ഥലങ്ങളൊക്കെ തീരുമ്പോഴേക്കും അവസാനം കൊടി മറിയും. ഇന്നെങ്ങാനും വീട്ടിലെത്തണേ.
ഉറങ്ങണേ. നമ്മൾ പോണ വഴിക്കും ഒരു വലിയ ഇതുണ്ട് കേട്ടോ. അതായത് ഇവിടെ സർക്കസിൻ്റെ പോലത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും പൂക്കളം. പക്ഷെ ഇത് കണ്ട കാലുമോ വരത്തെ പൂവ് ഒറിജിനൽ വീഡിയോ കുരങ്ങന്മാരുടെയൊക്കെ ചുമ്മാ ഒരു ഫണ്ട് അല്ലേ ഇതൊക്കെ. ഫുൾ ഓഫ് കളേഴ്സ് മാൻ. അറിയില്ല, ചേട്ടനൊക്കെ ഓടിപ്പോയി. ഉറപ്പില്ല. ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ. സ്റ്റിൽ കുറച്ചുകൂടി ആംബിയൻസ് ആംബിയർ ഡോറ് പൊളിച്ചെന്നെ. ഇനി എത്ര ബാക്കിയുണ്ടെന്ന് അറിയില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ കള്ളു കുടിക്കണത്. അതിനപ്പെട്ടു ഇവിടെ വന്നപ്പോൾ അങ്ങനെ സ്മോക്കിന്റെ കുറ്റികൾ വെച്ചിട്ടുള്ള ചെറിയൊരു കണ്ട സ്ഥലം. നല്ല രസം ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. എല്ലാത്തിനും ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഇങ്ങനെ കാണുമ്പോഴാണ് ലേടാ. ഒനിൽ ഈ സമയത്ത് ഞാൻ ഒനിലിനെ സ്മരിക്കുകയാണ്. ഒനിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു മക്കാവിൽ വന്നു കഴിഞ്ഞാൽ പോർച്ചുഗീസ് സ്റ്റൈൽ കൊച്ചി സ്റ്റൈൽ സ്ട്രീറ്റ് കാണാവുന്നത്. കൊച്ചി സ്റ്റൈൽ സ്ട്രീറ്റ്, കൊച്ചി സ്റ്റൈൽ ഫുഡ് കേട്ടാ. ഇത് കണ്ട ബാക്കിലെ പക്കല്ലേ ഒരു കൊച്ചി നമ്മുടെ ഫോർട്ട് കൊച്ചി വൈബ്. എൻ്റെ മേലേക്ക് ഇടിക്കില്ലടാ അടിച്ച്. ഇവന്മാർ ഒടുക്കത്തെ രാത്രി വണ്ടി ഓടിക്കലൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ബാറ് പ്രീമിയർ ബാർ. നമ്മുടെ ഗോവയിലൊക്കെ ഉള്ള പോലത്തെ കണ്ട കൊച്ചി സെറ്റപ്പ് പോലെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഫുള്ള് ലൈറ്റ്സ്. ഇങ്ങനെ ഇവിടേക്കൊരു സ്ട്രീറ്റ് കണ്ട അവിടെ ഇങ്ങനെ ഫുൾ ലൈറ്റ്സ്. ആൻഡ് വി ഗോ ഹിയർ. ഇതിനകത്താണ് നമ്മുടെ ബാർ പ്രീമിയർ ബാർ. ആഹാ ഇത് വൈബ് മാറി. നല്ല നമ്മുടെ കൊള്ളാം പൊളി. ഓ നമ്മുടെ ഈ ബാറിന്റെ ഓണറാണ് ഓൾ ദ വേ ഫ്രം മംഗോളിയ. I was telling her that I want to try Mongolian budok and she already tried it. Her uncle many times, yeah. Her uncle make best Mongolian budok എന്നാണ് പറഞ്ഞത്. Yeah, my uncle make it. Yeah? Oh, that's good. So what is your special drink here? I'll send it to you. It's coming. Okay, it's coming. This guy is not good. He knows everything. This is the Michelin star chef. Yeah, see, she's very good friend. Yeah, she's very good friend. Yeah. So you work here also. And she's her husband is from Irish. Then they have a lot of Irish whiskeys. Yeah, we have Collection. Irish whiskey. Irish beer? Yeah, I think We don't the have Guinness, Irish beer, the but Guinness. we have Guinness, yes. We have. You have Guinness? Oh, no, I didn't like to get Guinness. We come just... yeah. I like stout. I like stout because good for tummy. Oh, yeah, Guinness is good. You want Guinness? Yes, I like Guinness. Any other beer, tummy upset, no good. Okay. What are you drinking? Just Carlsberg. Okay. But they gave it to me. ജോലി I got free drink. പുള്ളിക്കാരിയുടെ ഹോട്ടലാണ്. പുള്ളിക്കാരിക്ക് ആരോ കൊടുത്തു, അത് ഫ്രീ അടിച്ചോണ്ടിരിക്കുകയാണ്. ആൾക്കറിയില്ല ആരോ കൊടുത്തത് അറിയാൻ പാടില്ല. ഓ മൈ ഗോഡ്, നോ ഗുഡ്. നീ പേടിക്കടാ, നീ എല്ലാം മേടിച്ചോ. നീ ഞാൻ പറയുകയാണെങ്കിൽ നീ എല്ലാ കാസിനോയും ഹോട്ടലൊക്കെ മേടിക്കണം. എന്നിട്ട് ഇതിൻ്റെ റമ്മ് ഇങ്ങനെ എല്ലായിടത്തും നിരത്തി വെക്കണം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ റമ്മും ജിന്നും എല്ലാം ഉണ്ടാക്കും. ഇത് ഫുള്ള് ഡെഡിക്കേറ്റഡ് ടു ഓൾ ആൽക്കഹോളിക്സിന്റെ വീഡിയോ ആണ് കേട്ടാ. ആ അതായത് രമണ ഫ്രം മംഗോളിയ. ജെൻജിസ് ഖാൻ വോഡ്ക മംഗോളിയ എന്ന് പുള്ളിക്കാരി എനിക്ക് കൊണ്ടുവന്നു കേട്ടോ. ജസ്റ്റിൻ ഷെഫിന്റെ പിടി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ പോളിഷ് ചെയ്തത് അത് കൊണ്ടുവരുന്ന ഗ്ലാസ് ഒക്കെ കണ്ട അടിച്ച് മരിക്കുന്നത് അടിക്കാണ്ടിരിക്കാൻ പറ്റില്ലട്ടാ. നീ ഒരു അബ്കാരി ആയതുകൊണ്ട് ഞാൻ പറയാണ്, പുള്ളിക്കാരി ഇത്രയും സന്തോഷമൊക്കെ കൊണ്ടുവന്നതാണ്. നെവർ മിസ് ദിസ് മാൻ. We go. So it's very traditional. You also take one. Yeah, that's the idea. എനിക്ക് ശരിക്കും ബാർബഡോസ് ഓർമ്മ വരണേ. ബാർബഡോസിൽ ചെന്നപ്പോൾ ഇതുപോലെയായിരുന്നു. ഓ താങ്ക് യു. This is a Mongolian vodka. Oh my God. Cheers. Talk and toy too. English for sound, but talk toy. Hey, Cheers. that's the one.
Actually, if you decide to drink this a whole night, like will get drunk, but you won't get hungover. But if you stick to this, നല്ല സ്മൂത്ത് yeah, very smooth. വെരി സ്മൂത്ത് ബട്ട് വെരി ക്രിസ്പ് Yeah. വെരി വെരി ക്രിസ്പ് Yeah. യു ഫീൽ ബിറ്റ് ഓഫ് like a lemony. Actually, and normally when you drink vodka, you have this. yeah, it's burning. There is no No, alcoholic. Yeah, this is not burning. Yeah, This no, is no not burning. Yeah. You want some more? No. You're gonna put us down. That's no good. Alcohol, no good. Very unhealthy. അമ്മച്ചി ഒഴിച്ച് Cheers. അമ്മച്ചി അറച്ച് Cheers, അന്നത്തി cheers. അനത്തി ഒഴിക്കുക Yeah, Tokai. Yeah, Tokai. പൈസ ഒന്നും ഇല്ല കേട്ടാ വെറുതെ വന്ന് ഒഴിക്കുക നമ്മുടെ ഗിന്നസ് എത്തി കേട്ടാ നോക്കട്ട് Me too. Oh. You're from nice to India? meet you. Yeah. You from India. Yeah. Which part of India? Mizoram. Mizoram. Eastern India. Northeast. Yeah, oh yeah. Oh, yeah, thank you. ദേ അങ്ങനെ അവസാനം നമ്മള് മക്കാവില് വന്നിട്ട് ഗിന്നസ് ചേട്ടാ Cheers, Smith bhai. Cheers. എടുക്ക്. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം സ്റ്റൗട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തെങ്കിലും രണ്ട് വാക്ക്? Yes, sure. This is one of my favorite bar in old Taipa. It's an old Portuguese area. Anybody come from India, I will show this bar and experience, good experience. ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ ചേട്ടൻ ബിജു മേനോൻ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ തന്നെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാറാണ് ഇതെന്നാണ് എനിക്കും. അതെ, ഞാൻ ചേട്ടനോട് പറഞ്ഞിരുന്നു ഇല്ല ചേട്ടാ, ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു എനിക്ക് ഹൈഫൈ സെറ്റപ്പിനേക്കാളൊക്കെ ഇഷ്ടം ലോക്കൽസ് ഹാങ് അറൗണ്ട് ചെയ്യണ ഇതുപോലെ ഇങ്ങനത്തെ ഒരു സാധനമാണ്. അതിനെ ഫൈൻ ഇത് ചേട്ടൻ ആദ്യമേ പറഞ്ഞ, പക്ഷെ നമ്മൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് അവസാനം നമ്മൾ ഇവിടെ എത്തി. ആൻഡ് മൈ ഫേവറേറ്റ് ബിയർ ഗിന്നസ് with my Mongolian friend all the way from Mongolia but living in Macau. Living in Macau. എനിക്ക് മംഗോളിയൻ തൊപ്പിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടാ. ആൻഡ് ഗുഡ് ടു സീ യു. All the best for your family. Thank you so much. And Also, you are a all the good best lady, to you know. Thank you so much. And you spend some good time with us. Yeah. Beautiful. Thank you. With the whole team. Look at this. Yay! One day we will try the Mongolian bulldog. Yeah, soon. You Yeah. come with me. Yeah, Oh, sure. one day, that's for sure. Yeah, sure. Photo. Hey, Thank you. You wanna try the whole outfit? I have Mongolian whole outfit. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്ഥലത്തെത്തിയിട്ട് അടിച്ച് പഴുത്ത് ഭ്രാന്താണെങ്കിൽ മറുകി. സത്യം പറഞ്ഞാൽ എന്തോരം ഫുഡാണ് ഇപ്പോൾ ഓർഡർ ചെയ്തതെന്ന് അറിയോ. ക്ലാംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ നേരമാകുമ്പോഴേക്കും ഈ പരിവാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എല്ലാത്തിനും കാരണമായിട്ടെന്നറിയോ, കഴിക്കാൻ മുട്ടത്തലേനാണ്. അയ്യോ, ഇവിടുത്തെ പിപ്പീസ് ഉണ്ട്, ഇപ്പുറത്തെ ഏതോ മീനുണ്ട്, ഇഷ്ടംപടി ഫുഡ്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഗൈസ്, ഓണസ്റ്റ് ഫുൾ. അങ്ങനെ അതും കൂടെ ഞാൻ ചെയ്തു, വാളും കൂടെ വെച്ചു. കിളി പോയി, എൻ്റെ അമ്മാരായിട്ടാണ് അടിച്ചത്. ഞാൻ കിളി പോയിട്ട് ഈ ഒരു ഭക്ഷണം പോലും കഴിച്ചില്ല. ഞാൻ പുറത്തിരുന്ന് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ മതി. സുഹാസ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ നീ അണ്ണാക്കിൽ വരില്ലെങ്കിൽ ഇട്ട് ഛർദ്ദിക്കാൻ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വാള് വെച്ചു, ഡെലിബറേറ്റ്ലി വാള് വെച്ചു. ഞാൻ ഇവിടെ ബാത്റൂമിൽ പോയി വാള് വെച്ചു. ഇവിടുത്തെ വാഷ് ബേസിനിലാണ് വാള് വെച്ചത്. ആ വാഷ് ബേസിൻ ബ്ലോക്കായി. അങ്ങനെ ഇവിടുത്തെ കംപ്ലീറ്റ് പ്ലംബിങ്ങിൻ്റെ വർക്കും ചെയ്ത് അങ്ങനെ ആ പണി അവസാനിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര ഉപദേശം. വാള് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ല, നമ്മൾ കുളിച്ച് മുടി ചീന്തി മുടി എന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഒരെണ്ണി മുട്ടണത്. അപ്പോൾ ഒരു തരി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുടിക്കുന്നില്ല ചേട്ടാ, ഒരു സിപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഷെഫ്. അങ്ങനെ മക്കാവിലെ ഒരു വെള്ളടി
നൈറ്റ് ഇവിടെ തീരാണ്. എന്നെ രക്ഷപ്പെടുത്തി ജീവിതത്തിലെടുത്ത്. ഞാൻ അവരോട് പറഞ്ഞു നമുക്കിനി ഹോങ്കോങ്ങിലേക്ക് പോകണ്ട, എങ്ങനെയെങ്കിലും മുറിയെടുത്ത് ഞാനിവിടെ പുറത്ത് ഇവിടെ റോട്ടിൽ നിന്ന് ഇരിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ബോധം തിരിച്ചു വന്നാൽ. ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ വായിൽ വിരലിട്ടിട്ട് ഛർദ്ദിക്കുക എന്നൊക്കെ പറയണ പരിപാടിയൊക്കെ കാണണേ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ബാത്റൂമിലുണ്ടായിരുന്നു, ഒറ്റയടിക്ക് ഉച്ചയ്ക്ക് കഴിച്ച ആബലോണിയൊക്കെ പുറത്തേക്ക് ഷവർ പടി കുറച്ചെടുത്ത് പുറത്ത് ഞാനിരിക്കുന്നുണ്ട്. പോലീസ് വരും, അണ്ണ ആൾക്ക് സുഖം തന്നെയല്ലേ. ലേറ്റ് എന്നിട്ട് എന്നെയും കൊണ്ട് നടക്കാൻ പോണ്. ഞാനാണ് നിന്റെ ഭാര്യ, പാടാ നമുക്കൊന്ന് നടക്കാം. ഇവനോട് പറയാ, എടാ ഞാനറിയോ ഞാൻ മറ്റേ ബാറിൽ വെച്ച് വയൽ വരലിട്ട് ഛർദ്ദിച്ച് അരമണിക്കൂർ ഉറങ്ങിന്ന്. അയ്യോ. എനിവേ താങ്ക് യു ഷെഫ്. That was a beautiful day in Macau. Beautiful 24 hours. ഇവിടെ എത്ര ശരിക്കും സമയം എന്നറിയോ? പുലർച്ചെ എത്ര? 2:24. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ വണ്ടി കയറിയിട്ട് വേണം അവിടെ പോകാനായിട്ട്. പക്ഷേ ഞാൻ ഒരുപാട് റിലീഫായി. വയൽ വരലിട്ട് ഛർദ്ദിക്കുന്നത് ഇത്രയ്ക്ക് വലിയൊരു സംഭവമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ദിവസമാണ്. അതിന് ചൈനയിലെ മക്കാവ് വരെ വരേണ്ടി വന്നു. ഇനി മേലെ നിങ്ങളായിട്ടുള്ള കൂട്ടുകെട്ട് ഞാൻ അവസാനിപ്പിച്ചു, കൂടിപ്പിച്ച് കൊല്ലും കേട്ടോ ഈ മനുഷ്യൻ. ബട്ട് എനിവേ ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ ഷെഫ്. താങ്ക് യു. പുള്ളി കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത കേട്ടാ, പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അവർ തന്നെ കഴിച്ചു. കുറച്ചവിടെ പാഴ്സൽ എടുത്തിട്ടുണ്ട്. കുറേ ഫ്രഷ് ഫിഷ്, സീ ഫുഡിൻ്റെ പ്ലേസ് ആയിരുന്നു. സോറി ഷെഫ്, നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ചു പോവാണ്. പക്ഷെ മക്കാവുന്ന് ഇന്ന് പോകണം. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ, ബൈ ബൈ.